നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഞങ്ങളും ഈ ഒരു അമ്പലത്തെ കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ വരാമെന്ന് വിചാരിച്ചാണ്. കാര്യം ഇത്ര അടുത്താണെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. 1800 വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇവിടെ. വീഡിയോയിൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കൈലാസത്തിലെ അതേ മോഡലിൽ തന്നെയാണ് ഇവിടെ ചോള രാജാക്കന്മാര് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതായത് ശിവനും പാർവതിയും പുത്രന്മാരും സമേതം ഗണപതി സുബ്രഹ്മണ്യനായി കുടികൊള്ളുന്ന ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. സാധാരണ ശിവന്റെ അമ്പലങ്ങളിൽ നമ്മൾ ഓവ് മുറിച്ച് പ്രദക്ഷിണം ചെയ്യാറില്ല. പക്ഷെ ഇവിടെ പുറകുവശത്ത് വടക്കു ഭാഗത്തായിട്ടാണ് ഓവ് വന്നിട്ടുള്ളത്. ഓവ് മുറിച്ച് ഇവിടെ കടക്കുകയും ചെയ്യാം. അതുപോലെ ജടാധാരി ആയിരിക്കുന്ന ശിവനല്ല, അതായത് ഗംഗ ഇല്ലാത്ത ഒരു സങ്കല്പത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഗോശാലയിലെ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കുട്ടിക്കിടാവാണിത്. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം കാര്യങ്ങള് എല്ലാം ശുദ്ധമായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ നിർമ്മിക്കുന്ന കാര്യങ്ങളാണ്. രാസവസ്തുക്കൾ ചേർന്നിട്ടുള്ള കാര്യങ്ങളോ കെമിക്കൽ ആയിട്ടുള്ളതൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. കളിക്കാൻ വരികയാണ് അതിൻ്റെ അടുത്ത്. ഇവരുടെ തന്നെ ചാണകം ഒക്കെ ഉപയോഗിച്ച് ആണ് ഇവിടെ ഭസ്മം ഉണ്ടാക്കുന്നതും അത് പ്രസാദമായിട്ട് ഇവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇവർക്കുള്ള ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. 300 രൂപയാണ് അതിനായിട്ട് വരുന്നത്.